നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി. അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിനെ ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്തത്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി, അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ വണ്ടി തട്ടി എന്നാ പിന്നെ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. ഇതന്നെ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? എന്തേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ് എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം. അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തതെന്ന്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന ജിഷിനാണ്, സീരിയൽ താരം കൂടെയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഉപ്പുമുളകും സീരിയലിലെ സിദ്ധാർത്ഥ് മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരാളെ സിമ്പിളായിട്ട് ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുവാണ് ഇപ്പോൾ ജിഷിൻ. കാരണം ഇവരൊക്കെ ഒരേ ഒരു ഫീൽഡിലുള്ള ആൾക്കാരാണല്ലോ. ഇവിടെ അവൻ മദ്യപിച്ച് വാഹനം ഓടിച്ചുകൊണ്ട് വന്ന് ഒരാളെ ഇടിച്ച് തെറിപ്പിച്ചിട്ടതിന് ഒരു പ്രശ്നവുമില്ല. പകരം നാട്ടുകാർ അവനെ കൈകാര്യം ചെയ്തതാണ് ഇപ്പോൾ ഇവനൊക്കെ പ്രശ്നം. സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിലൊക്കെ വന്നപ്പോൾ ഈ ജിഷിൻ എന്ന് പറയുന്ന ആളെ നമുക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവൻ്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണ്, മനുഷ്യത്വം ഇല്ലാത്തവനാണെന്നൊക്കെ മനസ്സിലായി. കാരണം അവിടെ ആ അപകടം കണ്ടു നിന്ന ഓരോ ആൾക്കാരും പറയുന്നത് കേട്ട് കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ നെഞ്ചു പൊട്ടിപ്പോകും. അതുപോലത്തെ ഒരു അപകടമായിരുന്നു അത്. അതായത് ഇവൻ മിന്നൽ വേഗത്തിലാണ് ആ വാഹനം ഓടിച്ചുകൊണ്ട് വന്നത്. കാരണം ഇവനെ ലെക്കില്ലല്ലോ. മദ്യപാനം മാത്രമാണോ അതോ മയക്കുമരുന്നോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ വാഹനത്തിൽ ഇവൻ മിന്നൽ വേഗത്തിലാണ് വന്നത്. ആ ഒരു യാത്ര, അതായത് ഒരു ലോട്ടറി വിൽപ്രകാരം ഇട്ടിച്ച് തെറിപ്പിച്ചിട്ടുണ്ടല്ലോ. ബ്ലഡ് ആ റോഡിൽ നിന്ന് ഒഴുകുകയായിരുന്നു. അത് കണ്ടു നിന്ന ആൾക്കാർ പറയുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ വേറൊരാളും നിൽപ്പുണ്ടായിരുന്നു. അയാൾ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് അയാൾക്കൊന്നും സംഭവിച്ചില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇവൻ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നാട്ടുകാർ ഈ ഒരു രീതിയിൽ അവൻ്റെ അടുത്ത് പെരുമാറിയത്. എന്താണ് നാട്ടുകാർ ചെയ്തതിൽ തെറ്റ്? പിന്നെ ആ ഒരു കഴുത്തിൽ ഒരാളിങ്ങനെ തുണിയോ എന്തോ ഇട്ട് ഇങ്ങനെ ഇറുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്കൊക്കെ വിഷമം തോന്നി. പക്ഷെ ഇവന്റെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. ഇവനൊക്കെ ഈ ഒരു രീതിയിലല്ലാതെ പിന്നെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം? ഇവിടെ അവൻ സെലിബ്രിറ്റിയോ അല്ലെ അവൻ സീരിയൽ താരോ അങ്ങനെ ഒന്നുമല്ല. ഇതിപ്പോൾ ആര് ചെയ്താലും മദ്യപിച്ചിട്ടാണോ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്, അല്ലെങ്കിൽ ഇവൻ ആ ഒരു അപകടം ഉണ്ടായപ്പോൾ അവനല്ല എന്നുണ്ടെങ്കിൽ മര്യാദക്ക് അവൻ സംസാരിക്കണം. അയ്യോ എനിക്ക് അറിയാതെ സംഭവിച്ചു പോയതാണ്, നമുക്കിതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നവൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഒരു നാട്ടുകാരും അവനെ കൈവെക്കത്തില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ജിഷിനായിക്കോട്ടെ കുറേ എണ്ണങ്ങൾ സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തങ്ങ് വന്നേക്കുക. ആ വണ്ടി ഇടിച്ച ആള് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ, സ്പോട്ടിൽ മരണപ്പെട്ടിരുന്നെങ്കിൽ ഇവനൊക്കെ ഇതുപോലെ ന്യായീകരിക്കാൻ വരുമായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെയുള്ള നാട്ടുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇതുപോലെയൊക്കെ ചെയ്യുന്നവന്മാർക്ക് ഇതേ രീതിയിൽ തന്നെ കൊടുക്കും.